ശ്രീ ടി കെ രാജഗോപാൽ, ഇപ്പോൾ അദ്ദേഹം ശ്രീ രാഹുൽ ഈശ്വർ പറയുന്നു ഇപ്പോഴത്തെ തന്ത്രിമാരുടെയൊക്കെ ജ്ഞാനത്തെക്കുറിച്ച്. കെ എസ് രാധാകൃഷ്ണൻ ഈ പറയുന്ന ആചാരപരമായ അനുഷ്ഠാനപരമായ ശുദ്ധിയെക്കുറിച്ച് സംസാരിക്കുന്നു. നമുക്ക് ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷൻ കണ്ടെത്തലുകളെക്കുറിച്ചും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളെക്കുറിച്ചുമുള്ള കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ പോലും അതായത് ഉണ്ടായിരുന്നത് ഒരു തെറ്റിദ്ധാരണയാണെന്ന് ബോധ്യപ്പെട്ടത് എന്ന കഥ വന്നത്, ഏറ്റവും അടിസ്ഥാനപരമായ തന്ത്രവിധികളെക്കുറിച്ചോ മന്ത്രങ്ങളെക്കുറിച്ചോ പോലും ഉള്ള അജ്ഞതയെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെട്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലും കഥകളായി ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഏറെ കഥകളും കേട്ടിട്ടുണ്ട്. ഇനി വേറെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അത് ഈ NSSുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അങ്ങ് ആ പ്രദേശത്ത് നിന്ന് കൂടിയുള്ള ഒരാളാണ്. ഈ BJP ഇങ്ങനൊരു അഭിപ്രായം പറയുന്നതിന് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണെന്നാണ് അങ്ങ് മുതിർന്ന മാധ്യമപ്രവർത്തകനാണ് അങ്ങ് കരുതുന്നത്? ഇപ്പം മാധു, ഈ VVIPകളുടെ വിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചങ്ങനാശ്ശേരിയിൽ പെരുന്നേല് ഒരുപാട് പ്രശ്നങ്ങൾ ഇത് മുമ്പും ഉണ്ടായിട്ടുണ്ട്. മുമ്പും പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പം ഈ റീസെന്റ് ആയിട്ടുള്ള പ്രശ്നമെന്ന് പറയുന്നത് അന്ന് പശ്ചിമ ബംഗാൾ ഗവർണറായിരുന്ന ശ്രീ CV ആനന്ദബോസിന് പുഷ്പാർച്ചന നടത്താൻ പറ്റാത്തതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. എനിക്ക് തോന്നുന്നത് ഇതിനകത്തിലെ അടിസ്ഥാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ NSSന് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നു, NDP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ SNDP യോഗത്തിന് SRP എന്ന് പറയുന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടായിരുന്നു. ഈ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അസ്തമിച്ചു പോയി. പിന്നീട് അത് പുനരുജ്ജീവിപ്പിക്കാനായിട്ട് ശ്രീ NSSന്റെ നായകസ്ഥാനത്ത് വന്ന ശ്രീ G സുകുമാരൻ നായരോ അല്ലെങ്കിൽ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശനോ ശ്രമിച്ചില്ല. ഇവർ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു സമുദായത്തിനെ പ്രസന്റ് ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിഷയങ്ങൾക്കും ഇവർ ആൻസറബിൾ ആകുകയാണ്. രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും സമുദായപരമായിട്ടാണെങ്കിലും എന്ത് വിഷയത്തിനും ആൻസർ കൊടുക്കുന്ന വ്യക്തികളായിട്ട് ഇവർ മാറുന്നു. ഒരുപക്ഷെ അവരത് ആഗ്രഹിക്കുന്നുണ്ടാകാം. ഞങ്ങളാണ് പവർ സെന്റർ, ഞങ്ങൾ രണ്ടുപേരുമാണ് ഈ സമുദായത്തിന്റെ പവർ സെന്റർ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടാകാം. അതിനു വേണ്ടിയിട്ടായിരിക്കാം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും ഇവരുടെ പേരിൽ ഈ ആരോപണങ്ങൾ വരുന്നതിന്റെ കാര്യം അതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആനന്ദബോസിന്റെ കാര്യം പറഞ്ഞതിനകത്തില് അദ്ദേഹത്തിനവിടെ പെർമിഷൻ കൊടുത്തു എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു സന്തത സഹചാരി എന്നോട് പറഞ്ഞത്. അവിടെ പുഷ്പാർച്ചന നടത്താൻ അവസരം കൊടുത്തിരുന്നു, നേരത്തെ അത് സമ്മതിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അത് പ്രകാരം ഈ രണ്ടു തരത്തിലെ പ്രോട്ടോകോൾ പ്രശ്നമുണ്ട് ഇവിടെ. പ്രോട്ടോകോൾ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെ പരിശോധന അവിടെ വേണം. മന്നം സമാധിയിൽ ഒരുപാട് വൈദ്യുതി സംവിധാനങ്ങളും മറ്റും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഗവർണർ, ഉപരാഷ്ട്രപതി, ഇത്തരത്തിലുള്ള VVIPകൾ, അതീവ സെക്യൂരിറ്റി, അന്ന് പശ്ചിമ ബംഗാളിന്റെ ഗവർണർ കൂടിയാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ കോട്ടയത്തുകാരനാണ്, ഒരു നായരാണ്, അതുകൊണ്ട് എനിക്ക് മന്നം സമാധിയിൽ ഒരു പുഷ്പാർച്ചന നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അന്ന് പെർമിഷൻ കൊടുത്തിരുന്നു എന്നാണ് ഇദ്ദേഹത്തിന്റെ കൂടുള്ള ആൾ പറഞ്ഞത്. എന്തായാലും ഈ ഇലക്ട്രിക്കൽ പരിശോധനയോടുകൂടിയാണ് പ്രശ്നങ്ങൾ അങ്ങ് മാറുന്നത്. മന്നം സമാധിയിലെ ഇലക്ട്രിക്കൽ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെ കുറച്ച് ഉദ്യോഗസ്ഥന്മാർ വന്നിരുന്നു. അവരോടാണ് ആദ്യമായിട്ട് ഈ വിരുദ്ധ അഭിപ്രായം പറയുന്നത്. ഇവിടെ അങ്ങനെയുള്ള അനുവാദമൊന്നും ആരും കൊടുത്തിട്ടില്ല എന്നുള്ള മട്ടിലാണ് അന്ന് വാർത്ത വന്നത്. അതിനുശേഷമാണ് ഈ പട്ടിപ്രയോഗം വരുന്നത്. പട്ടി എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞില്ല, അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വരരുതായിരുന്നു എന്നാണ് എൻ്റെ. കാരണം അദ്ദേഹം പരിണിതപ്രജ്ഞനായ ആളാണ്. പട്ടിപ്രയോഗം നമ്മൾ ഈ പറയുന്ന പോലെ ചെറ്റ എന്നൊക്കെ പറയുന്നത് പോലെ വളരെ പരിണിതരായ ആളുകളുടെ, പിന്നെ വിവരമുള്ള ആളുകളുടെ നിന്ന് അങ്ങനെ ഇത്ര വാക്കുകളൊന്നും വരരുതായിരുന്നു. ഈ പട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായയുടെ പരിശോധനയാണ്, പോലീസ് നായയുടെ പരിശോധനയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അതും അവിടെ സംഭവിച്ചിരുന്നെന്ന് അന്ന് പോലീസിന്റെ ഇൻഫർമേഷൻ വന്നിരുന്നു. ഗവർണർ ആനന്ദബോസ് വരികയാണ്, കോട്ടയത്തുനിന്ന് വരികയാണ്, അദ്ദേഹത്തിന്റെ ഓരോ അങ്ങനെ വന്ന സമയത്ത് കൃത്യമായിട്ട് അത് വന്നിരുന്നു. അപ്പൊ അങ്ങനെ ഈ നായ് അവിടെ വെച്ചാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടാകുന്നത്. ഒരു കാരണവശാൽ അദ്ദേഹം ജനറൽ സെക്രട്ടറി താഴത്തെ മുറിയിലാണ് ഇരിക്കുന്നത്. ഇവിടെ ഒന്നും നായയെ കൊണ്ട് കയറ്റാൻ പറ്റത്തില്ല. പോലീസ് നായുമായിട്ട് വന്നിരുന്നെന്നാണ് പറഞ്ഞത്. അങ്ങനെ രണ്ട് അനുഭവസ്ഥന്മാരുടെ റിപ്പോർട്ടുകളൊക്കെ അങ്ങനെയാണ് വന്നത്. പക്ഷെ ഇവിടെ കയറാൻ പറ്റത്തില്ല, നായയെ കയറ്റാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ക്ഷുഭിതനായി. അങ്ങനെയാണ് പിന്നീട് ഗവർണർ അവിടെ അദ്ദേഹത്തെ സ്വീകരിച്ചു, എന്തോ ഉപഹാരമൊക്കെ കൊടുക്കുകയും ചായ കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെയാണ് പിരിഞ്ഞത്. അവിടെ നിന്ന് ഡൽഹിയിലെത്തിയ ശേഷമാണ് ആനന്ദബോസ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് വരുന്നത്. ഡൽഹിയിൽ അവിടെ മന്നത്തിനൊരു സ്മൃതി മണ്ഡപം സ്ഥാപിക്കണം എന്നുള്ളതിലേക്ക് വരുന്നത്. അപ്പോൾ അതാണ് അതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. ഇത് കാലാകാലങ്ങൾ അവിടെ സംഭവിക്കുന്നതാണ്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ BJPയുടെ നേതാക്കന്മാരെ കേന്ദ്രത്തിൽ ഭരിക്കുന്നത് BJP ആണ്. പണ്ട് നരസിംഹറാവുവിന്റെ കോൺഗ്രസിന്റെ കാലത്ത് അങ്ങനെ പ്രശ്നമുണ്ടായി. BJPയുടെ സമയത്ത് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. BJPയുടെ നേതാക്കന്മാർ വരുന്ന സമയത്ത് അവിടെ ചങ്ങനാശ്ശേരിയിലെ ഏറ്റവും സ്വീകാരനായ ഒരു BJP നേതാവ് എന്ന് പറയുന്നത് മുമ്പേ ഗവർണറായിരുന്ന ശ്രീ PS ശ്രീധരൻപിള്ളയാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ. വളരെ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ അവിടെ ലോക്കൽ ഒരു രാധാകൃഷ്ണ മേനോൻ, പിന്നെ ഒരു സിനിമാ നടൻ കൃഷ്ണപ്രസാദ്, ഇങ്ങനെയൊക്കെയുള്ളവർക്ക് അവിടെ നല്ല സ്വാതന്ത്ര്യമുണ്ട്.
അല്ലാതെ ഞാൻ ഇലക്ഷൻ കാലത്ത് ആകെ കണ്ടിരിക്കുന്നത് 2019 ശബരിമല പ്രക്ഷോഭത്തിന് ശേഷം അവിടെ കണ്ടിരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഈ തരത്തിലുള്ള റെസ്ട്രിക്ഷൻ എന്തെങ്കിലും തരത്തിലുള്ള ഇളവ് വരുത്താൻ കഴിയുമോ? അങ്ങനെ ഇപ്പോഴൊരു ഇളവ് വരുത്തുകയാണെങ്കിൽ മുൻകാലങ്ങളിൽ സ്വീകരിച്ച നിലപാടുകൾ ഇതേപോലെ ചോദ്യം ചെയ്യപ്പെടില്ലേ? ഇളവ് വരുത്താം മാധു, ഇളവ് വരുത്താം. ഇതിനകത്തിട്ടെന്ന് പറഞ്ഞാൽ കർശനമായ വ്യവസ്ഥകളൊന്നും വേണ്ട. കാരണം മുമ്പേ ചോദിച്ചില്ലേ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റാൻ പറ്റാത്തത് എന്നൊക്കെ ചോദിക്കുന്നത്. ഇത് മന്നോ അങ്ങനെയാണ് ഇതിന്റെ ഭരണഘടന ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനൊരു കാര്യം ചെയ്യണം, ഓരോ കരയോഗങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ എടുക്കണം. ഏറ്റവും ബേസ് ലെവൽ എന്ന് പറയുന്ന കരയോഗത്തിൽ നിന്ന് എടുക്കണം. അതിൽ നിന്ന് കരയോഗത്തിൽ നിന്ന് പറയുന്ന താലൂക്ക് യൂണിയൻ പ്രതിനിധികളുണ്ട്, അവരോട് ചോദിക്കണം. അതുപോലെ പ്രതിനിധിസഭാ മെമ്പർമാരുണ്ട്, അതുപോലെ തന്നെ ഇലക്ടറൽ റോൾ മെമ്പർമാരെന്നൊക്കെ പറയുന്ന ആളുകൾ വരുന്നുണ്ട്. അവസാനം ഡയറക്ടർ ബോർഡും വരുന്നുണ്ട്. ഇവരോട് ഒരു പൊതുവായ അഭിപ്രായങ്ങൾ ചോദിക്കണം. പൊതുവായ അഭിപ്രായങ്ങൾ ചോദിച്ചാൽ നമുക്ക് ഈ സമാധി ഇങ്ങനെയൊക്കെയുള്ള ദേശീയ തലത്തിലുള്ള പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് തുറന്നു കൊടുക്കാം. അവരുടെ പ്രോട്ടോകോൾ പാലിച്ച് തുറന്നു കൊടുക്കുന്നതിന് എന്താ ബുദ്ധിമുട്ട്, പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് പോകട്ടെ എന്ന് പറയാം. ഇപ്പൊ ശിവഗിരി വരുന്നില്ലേ? ശിവഗിരി വരുന്നല്ലോ, നേതാക്കന്മാരൊക്കെ ശിവഗിരി വരുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞതുപോലെയാണ്. അവിടുത്തെ പ്രോട്ടോകോൾ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ ഇതുവരെ വിവാദങ്ങളൊന്നും കേൾക്കാത്തതുകൊണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ. ഇഷ്ടം പോലെ ഫണ്ടും കിട്ടുന്നുണ്ട് അല്ലേ? കഴിഞ്ഞ തവണ മുരളീധരൻ അടക്കമുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇഷ്ടം പോലെ ഫണ്ടും കിട്ടുന്നുണ്ട്. ഇതിപ്പോ അങ്ങനെ വരുന്നതുകൊണ്ട് ഇത് സൈഡ് ലൈൻ ചെയ്യപ്പെടുകയാണ്. ഇത് പറഞ്ഞില്ലേ, ഇത്തരത്തിലുള്ള മുഖ്യധാരയിൽ നിന്ന് മാറ്റപ്പെടുകയാണ്. ഈ ഭയമായിരിക്കാം ഒരു പക്ഷെങ്കിൽ ഈ പറയുന്ന പുതിയ തലമുറ കുട്ടികളൊന്നും ഇതിലേക്ക് വരുന്നില്ല. NSSന്റെ ഇതിനകത്ത് വളരെ നാമമാത്രമായിട്ടാണ് വരുന്നത്. പ്രായമുള്ള ആളുകളാണ് NSSന്റെ പരിപാടികളിലും കാര്യങ്ങളൊക്കെ പങ്കെടുക്കുന്നത്. അവരെ കൂടെ ഉൾക്കൊള്ളിക്കണം. ഇതിനകത്ത് ഉൾക്കൊള്ളിക്കണം. താഴെ കരയോഗങ്ങളിലാണെങ്കിലും മറ്റേ താലൂക്ക് സഭകളിലൊക്കെ അവരെ കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പുതിയ ചെറുപ്പക്കാർ കുട്ടികളെ ഇതിനകത്തൊക്കെ കയറ്റിക്കൊണ്ട്, പക്ഷെ അതിനകത്ത് ചില റെസ്ട്രിക്ഷൻസ് വരുന്നെന്നാണ് കേൾക്കുന്നത്. അവരെയൊക്കെ സ്ക്രീൻ ചെയ്തിട്ടാണ് എടുക്കുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ വരുന്ന ആളുകളെ, അങ്ങനെ BJP ബന്ധം അങ്ങനെയൊക്കെയുള്ള ആളുകളെയൊക്കെ വളരെ സൂക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രസ്ഥാനം വന്നതെന്ന് എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്തെ സാഹചര്യം തന്നെയാണ്. തിരുവനന്തപുരത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, സ്വാഭാവികം. ഡിബേറ്റ് വിത്ത് മാധു സജി.